CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനവും വരികയായിരുന്നു. ചെറുവത്തൂരിലെ ബിവറേജസ് പൂട്ടിയ പ്രശ്നത്തിൽ CITU നേതാക്കളെ കാണാൻ പോലും സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ല. വിഷയം നേതൃത്വം കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല എന്നും ശക്തി കേന്ദ്രത്തിൽ വിവാദം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും പ്രതിനിധികൾ വിമർശിക്കുകയായിരുന്നു. പെരിയ കേസിലും പാർട്ടിക്കും ആഭ്യന്തര വകുപ്പിനും ജാഗ്രതാ കുറവുണ്ടായെന്നും ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിച്ചത് തിരിച്ചടിയായെന്നും പാർട്ടി നേതൃത്വം ജാഗ്രത പുലർത്തിയെങ്കിൽ വിധി ഇങ്ങനെ വരില്ലായിരുന്നെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. മൈക്ക് ഓപ്പറേറ്റർമാരോട് തട്ടിക്കയറുന്നത് കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്ന് CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ വിമർശനം വരികയായിരുന്നു. വൻകിട വികസന പദ്ധതികൾക്ക് പുറകെ പോകുന്നത് അഭികാമ്യമല്ല. പെൻഷൻ, ക്ഷേമനിധി തുടങ്ങിയ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ വേണമെന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നുമുണ്ട്. ജില്ലയിലെ ആരോഗ്യ മേഖലയിലെ പിന്നാക്ക അവസ്ഥ എണ്ണിപ്പറഞ്ഞും പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാരില്ല. മെഡിക്കൽ കോളേജ് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണം. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വനം വകുപ്പിന്റെ കൂടുതൽ ഇടപെടൽ വേണമെന്നും പ്രമേയത്തിൽ ആവശ്യമുയർന്നിരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, വ്യവസായം തുടങ്ങിയ മേഖലകൾ മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPIക്കെതിരെയും ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നത്. CPI മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നും ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്ന റവന്യൂ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സ്വകാര്യ സ്വത്താക്കി മാറ്റിയെന്നും പ്രതിനിധികൾ പറയുകയാണ്.